വിശുദ്ധ അഗസ്റ്റിന്റെ പ്രശസ്തമായൊരു വാക്കുകളുണ്ട്. കർത്താവെ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിലെത്തുവോളം എൻ്റെ അന്തരംഗം അസ്വസ്ഥമായിരിക്കും. ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം കർത്താവിലേക്ക് അടുക്കാനുള്ള കാരണങ്ങളാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇറ്റ്സ് ഗോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ കർത്താവിലേക്ക് അടുപ്പിക്കും. ചില അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ തീക്ഷ്ണമായി വിശ്വസിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങൾ കിട്ടിയ ഒരു കുടുംബത്തെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വിശ്രമ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം. നമുക്ക് അവരെ ഒന്ന് കാണാം. അവരുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ ഇന്ന് അവർ നമ്മുടെ കൂടെയുണ്ട്. സ്വാഗതം ചെയ്യാം നമുക്കവരെ. ഇരിക്കാം. ദൈവിക ഇടപെടലുകളുടെ സാക്ഷ്യത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ രണ്ടുപേരെ ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പരിചയപ്പെടുത്താവോ അങ്കിള്? എൻ്റെ പേര് കുര്യൻ എന്നാണ്. ഞാൻ എൻജിനീയറാണ്. MBA ഉണ്ട്. ഞാനൊരു 47-48 കൊല്ലം ജോലി എടുത്തു. ഇപ്പോൾ റിട്ടയർഡാണ്. പാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ താമസമാണ്. ഞാൻ MRF-ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബോംബെയിൽ ഒരു മുകുന്ദ് സ്റ്റീൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിലും കുറച്ച് സമയം വർക്ക് ചെയ്തു. ടോട്ടലി 47 ഇയേഴ്സ് വർക്ക് ചെയ്തു. പല കമ്പനിയിലും വർക്ക് ചെയ്തു. ലാസ്റ്റ് ജോബ് വാസ് ഇൻ MRF. അങ്ങനെ ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. അതെ, വളരെ ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ ലൈഫാണ്. പാലൂരാണ് താമസിക്കുന്നത്. വെരി ക്ലോസ് ടു ദ ചർച്ച്. അത് കാരണം കുറച്ചും കൂടി ഞങ്ങൾ ഒരു ഹോളി പ്ലേസിൽ താമസിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. ചാവക്കാട് ഒരു സബർബാണ് പാലൂർ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ഹൗസ് വൈഫാണ്. പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഗാർഡനും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഹൗസ് വൈഫായിട്ട് ചെയ്യും. സോഫി കുര്യൻ. എൻ്റെ പേര് സോഫി കുര്യൻ. മക്കളൊക്കെ ഞങ്ങൾക്ക് 3 ആൺപിള്ളേരാണ്. മൂത്ത മോനെ കല്യാണം കഴിഞ്ഞ് അവനെ US സോൾട്ട് ലേക്ക് സിറ്റിയിൽ താമസിക്കുന്ന 2 പേരും. അവർക്ക് 2 മക്കളുണ്ട്. രണ്ടാമത്തെ മോന് അവർ ബാംഗ്ലൂർ താമസിക്കണം. അവർ ഒരു മോളുണ്ട്. ഇളയ മോൻ ആംസ്റ്റർഡാമിൽ താമസിക്കണം. അവർക്കൊരു മോനുണ്ട്. അങ്ങനെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തുഷ്ട കുടുംബം അല്ലേ? നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളിങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുവാണ്. ആൻറ്റിയുടെ ലൈഫിലേക്ക് വില്ലനായിട്ടെന്ന് വേണേൽ പറയാം അല്ലേ? ഒത്തിരി കാര്യങ്ങളൊക്കെ കടന്നു വന്നു. എന്താ പറയുക, വളരെ അത്ഭുതകരമായിട്ട് തമ്പുരാൻ കൊണ്ടുപോയ കുറേ വഴികളും ഒക്കെ ഉണ്ട്. അപ്പം എന്തായിരുന്നു ആൻറ്റി ബേസിക്കലി നിങ്ങളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ? നിങ്ങൾ ഒരു പീസ്ഫുൾ ലൈഫായിരുന്നു, പള്ളിയിലൊക്കെ പോകുന്നു. അതെ, ഞങ്ങൾ വളരെ പീസ്ഫുള്ളായിട്ട് അങ്ങനെ താമസിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് യൂറിനിൽ ബ്ലഡ് കണ്ടു ഉടനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂറിനിൽ ബ്ലഡ് കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു ഉടനെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ അപ്പം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് വലിയ ക്ലിയർ ആയിട്ടൊന്നും കണ്ടില്ല.
നിങ്ങൾ മദ്രാസിൽ ആയിരുന്നില്ല? ഓ മദ്രാസിലായിരുന്നു. എപ്പോഴാണ് ഇപ്പോൾ ഈ നാട്ടിലേക്ക് വന്നതൊക്കെ? 2011 ഞങ്ങൾ വന്നു. 2011 വന്നു. അപ്പം അങ്കിള് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് വന്നു. അതെ. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ വന്നത് ഇത് ഈ കഴിഞ്ഞ മെയ് അവസാനമായിരുന്നു. വളരെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ മെയ് അവസാനമായിരുന്നു എല്ലാം. ലാസ്റ്റ് വീക്ക് ഓഫ് മെയ്യിൽ ആദ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് എൻഡ് ഓഫ് മെയ്യിലാണ്. എൻഡ് ഓഫ് മെയ് ഞങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ പോയത്. ഇത് ഒരു ഫ്രൈഡേ ആയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ യൂറോളജിസ്റ്റിനെ കണ്ടത്. മൂത്രത്തിൽ ഇതായതുകൊണ്ട് യൂറോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വി ഡിഡ് ആൻ അൾട്രാസൗണ്ടിൽ ഡോക്ടർ വാസ് നോട്ട് ഏബിൾ ടു സീ എനിത്തിങ്. ഒരു ചെറിയൊരു കല്ലുണ്ട്, പക്ഷേ ദാറ്റ് ഷുഡ് നോട്ട് ബി ദ കോസ് ഫോർ ദ ബ്ലഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു CT സ്കാൻ സജസ്റ്റ് ചെയ്തു ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ CT സ്കാൻ ചെയ്യാനായിട്ട് അന്ന് തന്നെ ബുക്ക് ചെയ്തു. 2 ദിവസം കഴിഞ്ഞിട്ട് CT സ്കാൻ ചെയ്തു. CT സ്കാൻ റിസൾട്ടും കൊണ്ടിട്ട് ഉടനെ തന്നെ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ആ CT സ്കാൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം വരുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി. ഇൻ 1 വീക്ക് ഞങ്ങൾ CT സ്കാൻ സൗണ്ടും CT സ്കാനും ചെയ്തു. ബട്ട് ദർ വാസ് നോ പോസിറ്റീവ്. അപ്പോൾ ഡോക്ടറിനൊരു ഡൗട്ട് തോന്നി, ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നമുക്കൊന്ന് പെറ്റ് സ്കാനും ചെയ്യാം, അപ്പോൾ വി ക്യാൻ കൺഫേം വാട്ട് ദിസ് ഈസ്. പക്ഷേ യു മസ്റ്റ് ബി പ്രിപ്പയർഡ് ഫോർ യു മസ്റ്റ് ബി ലിറ്റിൽ പ്രിപ്പയർഡ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെറ്റ് സ്കാനിന് ബുക്ക് ചെയ്തു. നെക്സ്റ്റ് മൺഡേ ഐ തിങ്ക് വി ഡിഡ് പെറ്റ് സ്കാൻ. ടെൻഷൻ ഉണ്ടായിരുന്നു ആന്റിക്ക്? എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പെട്ടെന്ന് പറയുന്നത്, മക്കള് കൂടെ ഇല്ല, അപ്പം നിങ്ങൾക്ക് 2 പേരും മാത്രമേ ഉള്ളൂ, ഒരു പേടി ഉണ്ടായിരുന്നു. ആദ്യം CT സ്കാനൊക്കെ ചെന്നപ്പോഴും ഞാൻ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് ഞാൻ കണ്ടത്. പെറ്റ് സ്കാൻ ചെയ്തപ്പോഴും എനിക്ക് പേടിയായി. അപ്പോൾ പിന്നെ പെറ്റ് സ്കാനിൽ അവിടെ ഇതൊക്കെ കണ്ടു. ഞാൻ കണ്ണടച്ച് അവിടെ കിടന്നു. അവർ ഇതൊക്കെ എല്ലാം വളരെ ഓൾ ദ ടൈം ബോയ്സ് വെർ ഇൻഫോംഡ്. മക്കളോട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്നത്തെ എല്ലാം വാട്സാപ്പിൽ അവിടെ ആയിരിക്കുന്നോണ്ട് അവർക്ക് ഒന്നുകൂടെ ടെൻഷൻ ആയിരിക്കും, കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു ഒരു പേടിയുണ്ടല്ലോ എന്ത് പറഞ്ഞാലും. അങ്ങനെ പെറ്റ് സ്കാൻ്റെ റിസൾട്ട് വന്നു. പെറ്റ് സ്കാൻ വന്നു കഴിഞ്ഞപ്പോഴേ അവിടെ ഡോക്ടേഴ്സിന് ഒരു ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ലാപ്രോസ്കോപ്പിയും റോബോട്ടിക് ഡിക്ലെയർ ചെയ്തു. അത് റൈറ്റ് കിഡ്നിയുടെ കോർട്ടെക്സിൽ ഒരു എന്താണ്ട് ഒരു ഡിഫക്റ്റ് ഉണ്ട്. അത് ക്യാൻസർ എന്ന് അപ്പം പറഞ്ഞില്ല, ഒരു തടിപ്പുണ്ട്, അവിടെ നിന്നാണ് ബ്ലീഡിങ്. അപ്പോൾ വി ഷുഡ് തിങ്ക് അബൌട്ട് റിമൂവിങ് ദി റൈറ്റ് കിഡ്നി. അതാണ് ക്വിക്കസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു വേറെ വല്ല സൊല്യൂഷനും ഉണ്ടോയെന്ന്. സോ ഡോക്ടർ വാസ് വെരി കാറ്റഗോറിക്. അതിൻ്റെ സൊല്യൂഷൻ ഇസ് ടു റിമൂവ് ദ റൈറ്റ് കിഡ്നി. ലെഫ്റ്റ് കിഡ്നി ഇസ് ഇൻ ഗുഡ് ഷേപ്പ്, സോ യു ഷുഡ് ഹാവ് നോ പ്രോബ്ലം ടു കണ്ടിന്യൂ എ നോർമൽ ലൈഫ്. അപ്പോൾ ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തു ദാറ്റ് യു ക്യാൻ ഡു, ഇന്നത്തെ കാലത്ത് ലാപ്രോസ്കോപ്പിക് ഓപ്പറേഷനും റോബോട്ടിക് ലാപ്രോസ്കോപ്പിയൊക്കെ അവൈലബിൾ ആണ്. സോ ഐ വിൽ ഗിവ് യു എ ലെറ്റർ ടു അമൃത ഹോസ്പിറ്റൽ. പാമലയിൽ തന്നെ ഡോക്ടർ എഴുതി തന്നു അമൃതയിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ഈ അമൃതയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വലിയ വിഷമമാണ്. പിന്നെ ഞങ്ങൾ അറിയണ അവിടെ ഒരു ഹെഡ് നേഴ്സ് ഉണ്ടായിരുന്നു. So we asked her to help and we got an appointment with Jinil Kumar on Wednesday. And doctor, api CD agam, when they do the CT scan and the PET scan, they give CD of their recordings. Adu kondu poyittundairunnu. So he looked at it. They have their own computer. They looked at it and he also confirmed that it was a tumor. And Jinil Kumar expressed a doubt that in my experience, in 90% of such cases are cancerous. And when we remove the kidney, we will know for sure. And in any case, we should prepare ourselves for chemotherapy. അപ്പം ജസ്റ്റ് നേരെ എനിക്കൊന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളത്, റിമൂവ് ചെയ്താൽ പിന്നെ കീമോ ചെയ്യണം ഡോക്ടർ പറഞ്ഞത്. എന്തെങ്കിലും ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിൽ അല്ലേ, വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. സോ ദേ വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഷീ വുഡ് നോട്ട് ഹാവ് എനി പ്രോബ്ലംസ് ലേറ്റർ. പിന്നീട് അങ്ങോട്ട് ഒരു പ്രശ്നവും, അതെ, ഇതൊരു ബുദ്ധിമുട്ടാവരുതല്ലോ അല്ലേ.
When we went to see Jinal Kumar, my second son was with us. ബാംഗ്ലൂരുള്ള So he was very particular that doctor should take a look at the through the laparoscopy thing. So the doctor said it's not necessary. If you have a radiology report, uteroscopy is not required. You can conclude from this, and it's quite obvious. ഈ പെറ്റ് സ്കാനിന്റെ ആണോ വരുന്നത്? പെറ്റ് സ്കാനും CT സ്കാനും രണ്ടും കാണാവരുത്. CD ആണ്. CD ആണ്, രണ്ടും CD ആണ്. അപ്പൊ അതങ്ങനെ ഫുൾ കൊടുത്തു. അവരതെല്ലാം ഇട്ടിട്ട് അവരുടെ കമ്പ്യൂട്ടറിലിട്ട് ഞങ്ങളെയും കാണിച്ചു തന്നു, ഇതാണ് പ്രോബ്ലം, ഇവിടെയാണ് അതിൻ്റെ ട്യൂമർ അവിടെയാണ് എന്നൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഇത് റിമൂവ് ചെയ്യണം മാത്രമുള്ള ഒരു സൊല്യൂഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് സൺ അവന് ഇൻസിസ്റ്റ് ചെയ്തു, ഡോക്ടറെ യൂറിത്രോസ്കോപ്പി കൂടെ ഒന്നങ്ങ് നോക്കിയിട്ട് വേണം, ഒരു ഓർഗൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ അതങ്ങോട്ട് പോവില്ലേ, അപ്പോൾ പിന്നെ അത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ എക്സ്പീരിയൻസിൽ അത് നോക്കേണ്ട ആവശ്യമില്ല, ഈ യൂറിത്രോസ്കോപ്പി ചെയ്യണമെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഓർമ്മ കടത്തണം, അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ യൂറിത്രോസ്കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ എക്സ്പീരിയൻസിൽ അത് മാറ്റാനേ തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് വെനസ്ഡേയാണ് ഞങ്ങൾ അമൃതയിൽ കണ്ടത്. അപ്പോൾ എൻ്റെ അഞ്ചത്തിയുടെ സണ്ണിലോ യൂറോളജിസ്റ്റ് പാലായിൽ മാർസ്ലീവയിൽ. അപ്പോൾ ഡോക്ടർ ആൽവിൻ ഞങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ആസ്റ്ററിൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഡോക്ടർ കിഷോറിൻ്റെ അടുത്ത്. എടുത്തപ്പോൾ വെള്ളിയാഴ്ചയായിരുന്നു, വെനസ്ഡേ അമൃതയെ കണ്ടു, ഫ്രൈഡേ ഞങ്ങൾ ആസ്ട്രി കണ്ടു. ഇത് പലയിടത്ത് റെഫറൻസ് ഒക്കെ നോക്കി ചോദിച്ച് പലരെയും കണ്ട് ഇത് കൺഫേം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് we wanted to make sure that all the opinions matched, because if there was any possibility of a cure with other than surgery, അത് ശരിക്കും നമുക്കൊരു പേടിയുള്ള കാര്യമാണല്ലോ. ഇങ്ങനെ ഒരു ക്യാൻസറസ് ആണ്, നമ്മളൊരു അവയവം നമ്മൾ മാറ്റുവാണ്. എല്ലാരും പറയും ഒരു കിഡ്നി ഉണ്ട്, അത് ഓക്കെ എന്ന് പറയുമെങ്കിൽ പോലും that was a general trend. You have one kidney left and that you can live comfortably with that. You don't have to worry about it. But we were skeptical about losing one kidney. So that's why we wanted to the doctor to have a look. ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നു, അങ്കിളിന്റെ കസിൻ ബ്രദർ അല്ലേ? അല്ലേ, നിങ്ങളുടെ നേരെ വീടിന്റെ തൊട്ടടുത്ത് ഈ കസിൻസ് തമ്മിൽ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന അങ്കിള് കസിൻ ഉണ്ട് നമ്മുടെ കൂടെ. നമുക്ക് അങ്കിളുടെ ഒന്ന് കേൾക്കാം. സോഫി ദിവസവും കാലത്ത് പള്ളിയിൽ വരും. പള്ളിയിൽ വന്ന് എല്ലാ ദിവസവും വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും എല്ലാ ചൊവ്വാഴ്ചയിലും ഈ കുളത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഇടയ്ക്ക് കുളത്തിലെ വെള്ളം കുറച്ച് കുടിക്കുകയും ചെയ്യും. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ പെട്ടെന്നൊരു പള്ളിയിൽ കുറച്ച് കാണാതായപ്പോഴേ ഞാൻ നേരിട്ട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ആളെ കണ്ടപ്പോൾ പറഞ്ഞിങ്ങനെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും, കിഡ്നിയിലൊരു ട്യൂമറുണ്ട്, ആ ട്യൂമർ നീക്കം ചെയ്യേണ്ടി വരും, അപ്പോൾ അത് ക്യാൻസർ ആണെന്നൊരു സംശയമുണ്ട്, അപ്പോൾ അതുകൊണ്ട് വളരെ സീരിയസ് ആയിരുന്നു. അപ്പോൾ ആളെ കണ്ടപ്പോൾ ആൾക്കൊരു വർത്തമാനം പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ അത്രയും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും എറണാകുളത്ത് പോയി ഡോക്ടറെ കണ്ടു മറിഞ്ഞു വന്ന് ഇവിടെ വന്ന് വീണ്ടും 2 ദിവസം പള്ളി വന്നു. ഞായറാഴ്ച വന്ന് തിങ്കളാഴ്ച വന്ന് ചൊവ്വാഴ്ച കുളത്തിൽ ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ച് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഓപ്പറേഷൻ്റെ ആവശ്യം വരാൻ വഴിയില്ല, കാരണം തോമസ് അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഓപ്പറേഷൻ വേണ്ടി വരില്ല, എന്തായാലും ഒന്ന് പരിശോധിച്ചിട്ട് ചെയ്താൽ മതി. അങ്ങനെ അവർ എറണാകുളത്ത് പോയി, അവർ ഡോക്ടർമാർ പരിശോധിച്ചു, ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ കീറി നോക്കിയപ്പോൾ കിഡ്നിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, അവിടെ ട്യൂമറൊക്കെ ഉടങ്ങി പോയി പാടമാതിരി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ സുഖമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നടക്കണം. വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തൊരു കഥയാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്? പള്ളിയിൽ പോകും, എല്ലാ ദിവസവും പോകും. എല്ലാ ദിവസവും പോകും. വളരെ പ്രശസ്തമായ, അങ്കിൾ ആദ്യം പറഞ്ഞതുപോലെ വിശുദ്ധമായൊരു സ്ഥലമാണ്, തോമസ് ലീഹ സ്ഥാപിച്ച പള്ളിയാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതിൻ്റെ
ഒരു കൂടുതൽ ചൈതന്യം നമുക്ക് തോന്നും, ഒരു തീക്ഷ്ണത നമുക്ക് എന്താണേലും. അതൊരു ഹോളിനെസ് തോന്നിയിട്ടാണ് ഞങ്ങൾ അവിടെ തന്നെ താമസിക്കാൻ കാരണം. അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നാട്ടിൽ താമസിച്ചിട്ടില്ല. ഞങ്ങൾ എപ്പോഴും ഞാനിവിടെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ താമസിക്കാൻ തീർച്ചയാക്കിയത്. പിന്നെ ദിവസം പള്ളിയിൽ പോവാം. തൊട്ടടുത്ത് തന്നെയാണ് തോന്നുന്നു. തൊട്ടടുത്ത് തന്നെയാണ് പള്ളി അടുത്ത് തന്നെയാണ്. അപ്പം പള്ളിയിൽ പോവാം. പള്ളിയിലെ ആക്ടിവിറ്റീസ് അതിലൊക്കെ ഇതെടുക്കാം. പിന്നെ ആരാധനയുണ്ട്. എല്ലാം വളരെ ഇതായിട്ട് അങ്ങനെ ബാക്കിയുള്ള സമയം ജസ്റ്റ് അങ്ങനെ കൂടെ ജീവിച്ചു പോകണത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എൻ്റെ ലൈഫിലൊരു, ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, സ്വന്തം ലൈഫിൽ ഒരു അത്ഭുതം നടക്കും എപ്പോഴെങ്കിലും? അതൊരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരിക്കലും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുമില്ല. അങ്ങനെ എനിക്ക് ഹെൽത്തി ആയതുകൊണ്ട് ഞാനത് സോഫാർ ഇത്ര നാൾ ദൈവം നടത്തി വളരെ ഇതായിട്ട്. അങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം വരും എന്നുള്ളത് എനിക്ക് പ്രതീക്ഷയിലുണ്ടായിരുന്നില്ല. വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി തോന്നി. പക്ഷെ ആ വിഷമം ഞാൻ ആരെയും കാണിച്ചില്ല. വളരെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഡിപ്രസ്ഡ് ആവും. അതുകൊണ്ട് ഞാൻ ആ വിഷമം എനിക്കൊന്ന് കർത്താവിന് കൊടുത്തു. മാതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. മാതാവ് അത് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എല്ലാ ദിവസവും കാലത്ത് അവിടെ കൊന്തയുണ്ട്. ആ കൊന്തയിലും എല്ലാ ദിവസവും കാലത്ത് കുർബാനയ്ക്ക് മുമ്പ് കൊന്തയുണ്ട്. ആ കൊന്തയിലും ഞങ്ങൾ പോവും. രണ്ടുപേരോടെയാണ്? ഇല്ല, ഞാൻ പോവും. അപ്പോൾ അവിടെ പോയി എല്ലാ ദിവസവും അവിടെ ചെന്നപ്പോൾ തുടങ്ങി ഒറ്റ ദിവസവും വിട്ടിട്ടില്ല. അവിടെ ഉണ്ടെങ്കിൽ പള്ളിയിൽ പോവും. അങ്ങനെയാണ്. അങ്ങനെ ധ്യാനത്തിന് സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരും അങ്ങനെയൊന്നും അല്ല നിങ്ങളല്ലേ? വല്ലപ്പോഴും ടുവേർഡ്സ് ധ്യാനം. ഞാൻ സൺഡേ പള്ളി മിസ് ചെയ്യില്ല. അതല്ലാതെ ദിവസം പള്ളി പോകണമെന്ന് എനിക്ക് ഹാബിറ്റില്ല. അപ്പം ഞാൻ തോന്നുമ്പോൾ പോവും. അതല്ലാതെ എവറി സൺഡേ വിത്തൗട്ട് ഐ വിൽ ഗോ ടു മാസ്. പ്ലസ് അവർ ഈവനിങ് പ്രേയേഴ്സ് ആർ വിത്തൗട്ട് ബ്രേക്ക്. അത് ഒരുമിച്ചിരുന്നുള്ള കുടുംബ പ്രാർത്ഥന, അതെന്ന് പറയുന്നത് ശരിക്കും വീടിനും നിങ്ങളുടെ മക്കൾക്കും ഒക്കെ ഒരു വലിയ അനുഗ്രഹമാണ്. അവരെപ്പോൾ വീട്ടിൽ വന്നാലും ഞങ്ങൾക്ക് ഈവനിങ് പ്രേയേഴ്സ് ഉണ്ട്. അത് വി ട്രൈ ആൻഡ് സ്റ്റാർട്ട് ബൈ 7 o'clock. ആ പള്ളിയിൽ മണിയടിക്കുമ്പോൾ വി ഓൾസോ സ്റ്റാർട്ട് അവർ പ്രേയർ. അങ്കിളിന് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ചിട്ടയാണെന്ന് തോന്നുന്നല്ലേ ലൈഫിൽ കുറെ കാര്യങ്ങളിലും കൃത്യമായിട്ട് അതൊരു ടൈമിങ് വെച്ചുള്ള ആളാണ്. അത് 7 മണിക്കുള്ള പ്രാർത്ഥന ശരിക്കും ലൈഫിൽ എല്ലാവരും കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥന, ആത്മീയത, അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ ചിട്ടകളും കൂടെ വരുമ്പോഴേ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. അല്ല, വല്ല ഗസ്റ്റും വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യത വി ഡിലേറ്റ്, ബട്ട് വി വിൽ ഓൾവേസ് ഹാവ് അവർ പ്രേയർ. സോ ദീസ് ആർ ദി ഓൺലി 2 things which but my faith is very strong. So I did not take part in the miracle in the sense that she was more involved with that, but definitely the grace she had was fantastic, and it അത് എന്നുവെച്ചാൽ യു ഡിഡ് നോട്ട് ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞാലും നിങ്ങളൊന്നാണ്. അത് അതിനകത്തുനിന്നുള്ള കൃപ അത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് we've been married for 47 years. So that has been a very close relationship for അതെ, 47 വർഷം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാവുന്ന അതൊരു വലിയ വലിയ ദൈവാനുഗ്രഹം തന്നെയാണ്. നിങ്ങളുടെ ഇങ്ങനെ കൃത്യമായി പോകുന്ന കുറേ കാര്യങ്ങൾ, പ്രാർത്ഥനകളും നിങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനകളും അതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എപ്പോഴും. തീർച്ചയായിട്ടും. ആൻറ്റി ഈ പ്രാർത്ഥന ഇപ്പം തോമസ് ലീഹ മാമോദിസ മുക്കി അങ്ങനെയാണോ കുളം? അതെ, തോമസ് ലീഹ ആദ്യം നമ്മുടെ പൂർവികരെ മാമോദിസ അവിടെ മുക്കിയത് ഫസ്റ്റ് ടൈം. അവിടെ നിന്നുള്ള വെള്ളം കുടിച്ചോണ്ടിരുന്നത്. ആ കുളം അന്നത്തെ കാലത്തുണ്ട്. ദാറ്റ് ഈസ് ദ ബിലീഫ് ദാറ്റ് ആ കുളം എപ്പോഴും ഉണ്ടായിരുന്നു അവിടെ. And that has been the origin of Christianity in India. ആദ്യത്തെ പള്ളി സ്ഥാപിച്ചത് പാലയൂർ പള്ളിയാണ്. Palli is also very much in Portuguese type. So it must be very old. And പള്ളിയിൽ ഒരു മ്യൂസിയം ഉണ്ട് where some old relics are also. AD 52 ആണെന്ന് ഒരു പഴയ ക്രോസ് ഉണ്ട്, സ്റ്റോൺ ക്രോസ് ഉണ്ട്. അതും വളരെ പഴയതാണെന്ന് പറയണം. So there are a lot of things in that church which remind you of
ദി ആൻഷ്യൻറ്റ് പാർട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി. അതുപോലെ അങ്ങനെ ഒരു റൂട്ടഡ് ഫെയ്ത്ത് ആണെന്ന് തോന്നുന്നു അങ്കിളിനുള്ളത് അല്ലേ? ഈ വിശ്വാസങ്ങളെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ആൻറ്റിയുടെ വിഷമങ്ങളും ഇറക്കി വെച്ചത് ആ പള്ളിമുറ്റത്തും ആ പള്ളിയുടെ അൾത്താരയിലുമാണ്. അപ്പം അവിടുന്ന് ആൻറ്റി ഈ വിഷമങ്ങളും ഈ ഒരു ടെൻഷൻസും വികാരിയച്ഛനോട് പറഞ്ഞിരുന്നു അല്ലേ? ഞങ്ങൾ ഡോക്ടറെ കണ്ട് വന്ന് ഞാൻ ആസ്ട്രലിൽ കണ്ടു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഇവിടെ ചാവക്കാട് വന്നു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പള്ളിയിൽ പോകണം, പള്ളിയിൽ പോയിട്ട് തോമസ് ലിയോട് പറയണം, അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിക്കണം, ഏതായാലും ഒരു ഓപ്പറേഷന് പോവാണ്, അപ്പോൾ അത് ഒരു അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് ഇല്ലാണ്ട് പോണത് ശരിയാവില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. അച്ഛൻ ബ്ലെസ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ മൺഡേ അച്ഛനെ ചെന്ന് കണ്ടു, കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് അച്ഛനെ പോയി കണ്ടു. അച്ഛനെ കണ്ടു കഴിഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ ഓപ്പറേഷനാണ്. അച്ഛൻ ചോദിച്ചു ഏത് ഹോസ്പിറ്റലാണ്? ആസ്റ്ററിലാണ് ചെയ്യണതെന്ന് പറഞ്ഞു. റോബോട്ടിക് സർജറിയാണ് ചെയ്യണത്. അച്ഛനെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ ബ്ലെസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ മുട്ടുകുത്തി അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു, ധൈര്യമായിട്ട് പോയിക്കോന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എനിക്ക് ആ തോമസ് ലിയുടെ അടുത്ത് തന്നെ പോയി തന്നെ ഞാൻ തോമസ് ലിയോട് ഞാൻ പറഞ്ഞു, നിൻ്റെ ധൈര്യം, നീ പായ്ക്കപ്പലിൽ അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ പോകുന്നില്ലേ, ആ ധൈര്യത്തിൻ്റെ ഒരു ചെറിയ തുമ്പ് എനിക്കും വേണം എന്ന് ഞാൻ തോമസ് ലിയോട് ഞാൻ പറഞ്ഞു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു മനസ്സിൽ സ്ട്രെങ്ത്തും ധൈര്യമൊക്കെ വേണമല്ലോ അവസാനം എല്ലാം. അങ്ങനെ ആ ധൈര്യത്തിൽ പ്രാർത്ഥിക്കേണ്ട തോമസ് ലിയോ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഒറ്റ ഇതിൽ അവിടെ നിന്ന് ഞങ്ങൾ ഓപ്പറേഷന് അച്ഛൻ്റെ ബ്ലെസ്സിങ്സും മേടിച്ചിട്ട് ഞങ്ങൾ ഓപ്പറേഷന് പോയി. നിങ്ങളുടെ ഇടവകയിലേക്ക് പുതുതായിട്ട് വന്ന ഒരു അച്ഛനായിരുന്നു അല്ലേ? അച്ഛന് ആൻറ്റി വന്നതും ആൻറ്റി പ്രാർത്ഥിച്ചതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് നമുക്ക് അച്ഛനൊക്കെ. എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് മുൻപ് 6 മണിക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള ആരാധനയാണ്. ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് ഞാൻ കുമ്പസാരിപ്പിക്കുവാനായി കുമ്പസാരക്കൂട്ടിലേക്ക് പോയി. കുമ്പസാരം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് സോഫി ചേച്ചി എന്നെ കാണുക. സോഫി ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്ന് ഒരു ഓപ്പറേഷന് പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ പറഞ്ഞു ഈ കിഡ്നിയിൽ പ്രോബ്ലമായിട്ട് ഒരു കിഡ്നി റിമൂവ് ചെയ്യുവാനായിട്ട് അവിടെ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആസ്പത്രിയിൽ നിന്ന്. അച്ഛൻ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഞാൻ സോഫി ചേച്ചിയുടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ സോഫി ചേച്ചിയോട് പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എല്ലാം ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കുക. അങ്ങനെ ഞാനും കുറച്ച് നേരം പ്രാർത്ഥിച്ചു, സോഫി ചേച്ചിയും പ്രാർത്ഥിച്ചു, എന്നിട്ട് തിരിച്ചു പോയി. 2-3-4 ദിവസം കഴിഞ്ഞിട്ട് സോഫി ചേച്ചി വീണ്ടും എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഓപ്പറേഷനൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അച്ഛാ വലിയൊരു അത്ഭുതം ഉണ്ടായി, ഓപ്പറേഷനൊന്നും വേണ്ടാന്ന് ഡോക്ടർമാർ പറഞ്ഞു, അതെല്ലാം റെഡിയായി. അപ്പോൾ അത് ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇടപെടലാണ്. അപ്പോൾ ഞാൻ സോഫി ചേച്ചിയോട് പറഞ്ഞു മാർ തോമാസ് ലീഹായുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും, തോമാസ് ലീഹ പ്രത്യേകമായിട്ട് അതിടപെട്ട് അതെല്ലാം സുഖമാക്കിയെന്ന്. അത് നമുക്കും ഈ ഇടവക സമൂഹത്തിനും അതുപോലെ തന്നെ എല്ലാ വിശ്വാസികൾക്കും ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഇടപെടലായിട്ട് കണക്കാക്കുകയും ഒരു അത്ഭുതം സംഭവിക്കുകയും ചെയ്തു. അതിന് സോഫി ചേച്ചിയോടും അതോടൊപ്പം തന്നെ എല്ലാവരോടും കൂടെ ഞങ്ങൾ തോമാസ് ലീഹായുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ദൈവത്തിന് നന്ദിയും അർപ്പിക്കുകയാണ്. ഈ അച്ഛൻ്റെ ഒരു അനുഭവം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് 2 കാര്യങ്ങളാണ് വന്നത്. ഒന്ന്, അങ്കിൾ പറഞ്ഞ ഒരു റൂട്ടഡ് ഫെയ്ത്ത്, അത് നമ്മുടെ പള്ളിയോടും വൈദികരോടും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഫെയ്ത്താണ്. ഇപ്പോഴത്തെ ഒത്തിരി പേർക്കും ഇല്ലാത്തൊരു കാര്യങ്ങൾ. നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ അപ്പം ഒത്തിരി പരിചയമില്ലാത്തൊരു അച്ഛനായിരുന്നു. എന്നുവെച്ചാൽ അച്ഛൻ വന്നതേ ഉള്ളൂ ആ ഇടവകയിലേക്ക്. അപ്പം അച്ഛനെ ചെന്ന് കാണാനും അനുഗ്രഹം വാങ്ങിക്കാനും പ്രാർത്ഥിക്കണമെന്ന് പറയാനും ഒക്കെ കാണിക്കുന്ന ഒരു മനസ്സ് ഇപ്പോഴത്തെ കുറേ തലമുറകൾക്ക് അത് ഒത്തിരി കൈമോശം വന്നു പോകുന്ന കാര്യങ്ങളാണ്. ഒരു അവയവം അറുത്ത് മാറ്റണം എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോയ സോഫിയ ആൻറ്റിക്ക് എന്താണ് ട്വിസ്റ്റ് സംഭവിച്ചത്? അതാണ് ജീവിതത്തിലെ അടുത്ത വലിയ കാര്യം. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുക. പക്ഷേ നിങ്ങളുടെ വിശേഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു വിശേഷങ്ങളൊക്കെ പറയാൻ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ വന്നതിന് നിങ്ങൾക്ക് 2 പേർക്കും ഒത്തിരി താങ്ക്സ്. ശക്തമായ വിശ്വാസങ്ങളെ കാണുന്ന, അടിയുറച്ച പ്രാർത്ഥനകളെ കാണുന്ന ഒരു കർത്താവ്, ഇന്നും പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. യെസ്, ഇറ്റ്സ് ഗോഡ്. ഇവരുടെ ഒരു തീക്ഷ്ണമായ അനുഭവം നിങ്ങൾക്കും ഒത്തിരി കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.
നല്ല വിശ്വാസങ്ങളും നല്ല മാധ്യസ്ഥങ്ങളും ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറ്റ്സ് ഗോഡിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി.